NSSനകത്ത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ചിലയിടങ്ങളിലൊക്കെ ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതൊക്കെ നേരത്തെ വാർത്തയായിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊരു പ്രതിഷേധം കൂടി NSSനകത്ത് നിന്ന് വരുന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ശബരിമല വിഷയത്തിലെ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധിച്ച് NSS അംഗത്വം രാജിവെച്ചിരിക്കുകയാണ് ഒരു കുടുംബം. പുഴവാത്ത് സ്വദേശി ഗോപകുമാർ സുന്ദരനും കുടുംബവുമാണ് രാജിവെച്ചത്. അതിനിടെ പത്തനംതിട്ടയിൽ സുകുമാരൻ നായർക്കെതിരെ ഇന്നും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങൾ നൽകാൻ ജോസി ബാബുവും ഒപ്പം തന്നെ നന്ദുഷായും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം ജോസിയിലേക്കാണ്. ജോസി, NSSനകത്ത് തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായത്തെ സുകുമാരൻ നായർ ഒറ്റുകൊടുത്തു എന്നൊരു ആക്ഷേപമൊക്കെ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കുടുംബത്തിന്റെ NSSൽ നിന്നുള്ള രാജിയടക്കം ഇപ്പോൾ ചർച്ചയാകുന്നതും അത്തരം വാർത്തകൾ പുറത്തു വരുന്നതും. എന്താണ് ഈ കുടുംബത്തിന്റെ ആരോപണം? എന്താണ് അവർ പ്രതിഷേധമായി പറയുന്നത്? ജിൽസി NSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പെരുന്ന ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള ഒരു കരയോഗത്തിലെ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. പുഴവാത് സ്വദേശി ഗോപകുമാർ സുന്ദരൻ, ഭാര്യ അമ്പിളി ഗോപകുമാർ, മക്കളായ ആകാശ്, ഗൗരി എന്നിവരാണ് അംഗത്വം രാജിവെച്ച് നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് മാറ്റമാണ് തങ്ങളെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് ഇവരുടെ രാജിക്കത്തിൽ പറയുന്നു. NSS കരയോഗം 253 കരയോഗത്തിലെ അംഗങ്ങളാണ് ഇവർ. ഈ കരയോഗം സെക്രട്ടറിക്കും പ്രസിഡന്റിനുമാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സംഘടന രാഷ്ട്രീയ ചായ്വോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുന്നു എന്നുള്ള വിമർശനവും ഈ കത്തിലുണ്ട്. അതേസമയം പ്രാദേശിക NSS നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിലെ ഈ ഗോപകുമാർ സുന്ദരൻ അടക്കമുള്ള ആളുകളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് ഇതിൽ NSS കരയോഗത്തിൽ അംഗത്വമുള്ളത്. ഇവരിൽ മറ്റു കുടുംബാംഗങ്ങൾക്കാർക്കും ഈ കരയോഗത്തിൽ അംഗത്വമില്ല. ഇവർ തുടർച്ചയായി ഈ കരയോഗ പ്രവർത്തനങ്ങളിലൊന്നും ഹാജരാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ ഇവരുടെ അംഗത്വം നീക്കം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ ഉള്ളത് ചില രാഷ്ട്രീയ സ്റ്റണ്ടുകളുടെ ഭാഗമായുള്ള പ്രവർത്തനമാണ്. ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായാണ് NSS നേതൃത്വത്തെ കരിവാരിത്തേക്കുന്നതിനാണ് ഇദ്ദേഹവും കുടുംബവും ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംഘടനാ പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്തതിനു ശേഷം നേതൃത്വവുമായി കൂടിയാലോചിച്ച് മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നാണ് പുഴവാതിലുള്ള പ്രാദേശിക NSS കരയോഗം നേതൃത്വം അറിയിക്കുന്നത്. ജിൽസി, NSSനകത്ത് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ശബരിമല വിഷയത്തിലെ നിലപാട് മാറ്റത്തിൽ ജി സുകുമാരൻ നായർക്കെതിരെ. അതിനിടെ പത്തനംതിട്ടയിൽ സുകുമാരൻ നായർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടതും വാർത്തയാവുകയാണ്. ആരാണ് ബാനർ വെച്ചതെന്ന് അറിയില്ല. സുകുമാരൻ നായർക്കെതിരെ തന്നെയാണ് ബാനർ. നിലപാട് മാറ്റത്തിൽ പ്രതിഷേധം അറിയിക്കുന്ന ബാനറാണ്. നന്ദുഷ കൂടി വിവരങ്ങൾ നൽകും. നന്ദുഷ, ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടു, അത് NSSനകത്ത് തന്നെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണോ അതോ പുറത്തു നിന്നുള്ളതാണോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ബാനറുമായി സുകുമാരൻ നായരുടെ പ്രതികരണമൊക്കെ നമ്മൾ അല്പം സമയം മുൻപ് കേട്ടതാണ്. കാശുള്ള ആർക്കും ബാനർ വെക്കാമല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം അതിനെ തള്ളുന്നതിനപ്പുറത്ത് വലിയ പ്രതിഷേധം സുകുമാരൻ നായരുടെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ഉടനീളമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ജോസി, ഇന്നലെയും പത്തനംതിട്ട ജില്ലയിലെ വെട്ടിപ്പുറം എന്ന സ്ഥലത്ത് കരയോഗത്തിന് മുന്നിൽ സമാനമായ രീതിയിലൊരു ബാനർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേ ബാനറിലുള്ള തന്നെയാണ് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ട ബാനറിലുമുള്ളത്. പ്രമാണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഇന്ന് ബാനർ കണ്ടത്. കട്ടപ്പയോട് സുകുമാരൻ നായർ ഉപയോഗിച്ചാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയെ പോലെ വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണ് സുകുമാരൻ നായർ എന്നാണ് പോസ്റ്ററിലെ പരാമർശം, ബാനറിലെ പരാമർശം. അതോടൊപ്പം കുടുംബത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിച്ചതെന്നും മറ്റ് സമുദായത്തിന് ആകെ ഈ ഒരു നിലപാടില്ലെന്നുമാണ് ബാനറിലെ പരാമർശം. ഏതായാലും ബാനർ ആര് കെട്ടി എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അതിനെ തുടർന്നുള്ള ചെറിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ NSSനുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും CCTV ക്യാമറകളിലോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ദൃക്സാക്ഷിയായോ ഒന്നും ഈ ബാനർ കെട്ടിയവരെ കണ്ടിട്ടില്ല. 2 ബാനറുകളും ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഒരേ ഉള്ളടക്കമുള്ള ബാനറുകളാണ് ജിൽസി.